ബ്രദർ ഫ്രം ജുബിൻ ജൂസണ്ണി. അപ്പോൾ ഇന്ന് ഓണം ആഘോഷിച്ച് ഇന്ന് പള്ളി ഫുള്ളും ഭയങ്കര പരിപാടിയാണ്. പള്ളിയിൽ ഫുള്ളും ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ഇത് പരിപാടി നടന്നുകൊണ്ടിരിക്കുക. കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നല്ല പരിപാടി ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടിട്ട് വരാം. പിന്നെ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. പറ ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം പറ. എല്ലാവർക്കും ഹാപ്പി ഓണം. വീഡിയോ നല്ല നാളുകളുടെ ഓർമ്മയുമായി ഒരു പൊന്നോണം കൂടി വരവായി. പൂക്കളിൽ വർണ്ണം നിറച്ച് പുത്തനുടുപ്പിന്റെ ഗന്ധം പകർന്ന് ഓണസദ്യയും പായസ മധുരവും ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ഓണപ്പൂക്കാലം എത്തിയിരിക്കുകയാണ്. ഒരു പിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നിറപറയും നിലവിളക്കും തുമ്പപ്പൂക്കളുമേന്തി സ്നേഹത്തിന്റെ ഓണക്കാലം വീണ്ടും ഇതാ വന്നെത്തിയിരിക്കുന്നു. ഓണപ്പൂക്കളിൽ വിരിയുന്ന ശോഭയാർന്ന പൂക്കൾ പോലെ നിങ്ങളുടെ ജീവിതവും മനോഹരവും സുഗന്ധപൂരിതവും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കോക്കുന്ന ഇടവകയുടെ 2024 ഓണാഘോഷമായ ഓണപ്പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വയലേലകളിലൂടെ തുമ്പയും മുക്കുറ്റിയും തേടി തുമ്പികളുടെ വാലിൽ നൂൽകെട്ടിയും കല്ലെടുപ്പിച്ചും നടന്ന ബാല്യത്തിന്റെ സ്മരണയിൽ വീണ്ടും ഒരു പൊന്നോണം. നിറപറയും നിലവിളക്കും പൂക്കളും ഒരു പിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് ഒരുമയോടെ നമുക്ക് ഈ പൊന്നോണത്തെ വരവേൽക്കാം. ഏവർക്കും പൊന്നോണ ആശംസകൾ. മേഴ്സി ചേച്ചി, എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇന്ന് നല്ല ഒരു ഓണപ്പുലരിയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ, ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഞായറാഴ്ച നമുക്കൊരു പൊന്നോണ ദിവസം ഒത്തു കിട്ടുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് പരസ്പരം ഒന്ന് ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഓണപ്പുലരിയിലേക്ക് കടന്നാലോ? പിന്നെ അതെ, നമുക്ക് തന്നെ ആദ്യം അത് അപ്പൊ ഹാപ്പി ഓണം എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേ. ഹാപ്പി ഓണം പരസ്പരം സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് നല്ലൊരു ഹാപ്പി ഓണം, ഐശ്വര്യം നിറഞ്ഞ ഓണത്തിന്റെ മധുരകൾ സമ്മാനിച്ചുകൊണ്ട് നിങ്ങൾ ഏവരും പരസ്പരം കൈ കൊടുക്ക്. പരസ്പരം ഇതിപ്പോൾ കിട്ടുന്ന അവസരമാണ്, നാളെ കിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ഓണം പറഞ്ഞോ? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തികളെ നമുക്ക് നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചാലോ? നമ്മുടെ വിശിഷ്ട വ്യക്തികളായ നമ്മുടെ ഇടവക വികാരി ഫാദർ ഷാജൻ പുത്തൻപുരയ്ക്കൽ, ഡീക്കൺ തോമസ് CMI, വൈസ് ചെയർമാൻ NO വർഗീസ് മാഷ്, ഇവരെ 3 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. 3 പേർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അച്ഛാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അച്ഛന് എന്താണ് പറയാനുള്ളത്? അയ്യോ, എനിക്കെന്താ പറയാനുള്ളേ? വിശുദ്ധ കുർബാന കഴിഞ്ഞ് നല്ലൊരു പായസം കഴിക്കാനും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളും കുറെ നേരം കൊണ്ട് പായസത്തിന്റെ മണം കേൾക്കുന്നുണ്ട്. കൊതിയുറുക്കുന്ന വളരെ രുചികരമായ പായസമാണെന്നാണ് മണം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച സമയം ഞാനൊരു സന്ദേശം കൊടുത്തോട്ടെ? പിന്നെ തീർച്ചയായിട്ടും കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ഓണത്തിന്റെ മംഗളങ്ങള് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ആർപ്പോ ഉറോ ഇറോ ഇറോ ആർപ്പോ ഇറോ ഇറോ ഇറോ. പ്രിയപ്പെട്ടവരെ, ഓണം മലയാളികളുടെ ഒരു അഹങ്കാരമാണ്. മലയാളികളുടെ അഹങ്കാരമാണ് ഓണം. ഡൽഹിയിലോ കേരളത്തിന് പുറത്തോ എവിടെ മലയാളി ഉണ്ടോ അവിടെ ഓണമുണ്ട്. ആ ഓണത്തിന്റെ മനസ്സെന്താ? ഓണ മനസ്സ് എന്ന് വെച്ചാല് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ഔദാര്യത്തിന്റെ മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയൊരു സന്ദേശം, വേറെ അധികം ഒന്നും പറയാതെ തന്നെ ചെറിയൊരു സന്ദേശം അല്ലേ? പറയാം. നമ്മുടെ മഹാബലി ഇപ്പോൾ തന്നെ വരും അല്ലേ? ഈ മഹാബലിയെ വാമന ചവിട്ടിത്താത്തി എന്ന് പറഞ്ഞത് അല്ലേ?
വാമനൻ ചവിട്ടി താത്തി. അതിന്റെ പൊരുളെല്ലാം നിങ്ങൾക്കറിയാം. 3 കാലടി മണ്ണിന് വേണ്ടി. അതിന് ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യാണ്. ഓക്കെ, ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ TTR കണ്ടു, AC കമ്പാർട്ട്മെന്റാ. അവിടെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. വൃദ്ധനായ മനുഷ്യൻ. ഈ മനുഷ്യന് മുഷിഞ്ഞ വസ്ത്രങ്ങളാ. ഈ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ TTR വിചാരിച്ചു ഇദ്ദേഹം ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല, കാരണം വൃദ്ധനാ. അദ്ദേഹത്തിന്റെ ചുമട്ടുകാരനെ വിളിച്ചു. ചുമട്ടുകാരൻ വന്നെങ്കിലും അപ്പോഴത്തേ ഒരു സുന്ദരി സ്ത്രീ വരികയാണ്. ചുമട്ടുകാരൻ എന്ത് ചെയ്തു? ആ സുന്ദരി സ്ത്രീയുടെ ബാഗ് എടുത്തിട്ട് പോയി. ഈ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. TTR നോക്കിക്കൊണ്ടിരിക്കുക. TTR താഴെ വന്ന് ഈ വൃദ്ധനായ മനുഷ്യന്റെ ഈ ബാഗൊക്കെ എടുത്ത് അദ്ദേഹത്തെ എത്തിക്കുകയാണ്, പുറത്തേക്ക് എത്തിക്കുകയാണ്. പുറത്തെത്തിച്ചപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഈ 100 രൂപ ആ ചുമട്ടുകാരന് കൊടുക്കണം, കാരണം അദ്ദേഹം ഈ വൃദ്ധനായ മനുഷ്യനോട് ഇങ്ങനെ പെരുമാറരുത്, അതുകൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഈ 100 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഇദ്ദേഹം അത് കഴിഞ്ഞ് ഈ TTR തിരിച്ചു പോയപ്പോൾ ആ ചുമട്ടുകാരനെ കണ്ടു. ചുമട്ടുകാരനോട് പറഞ്ഞു, സഹോദര, ആ വൃദ്ധനായ മനുഷ്യന്റെ ലഗേജ് ഒന്നും നിങ്ങൾ എടുത്തു. Judges, please nod. Next, chess number 3 on stage. Bo. കുടിക്ക്. ആ ചൂടാണ്. എങ്ങനെയുണ്ട്? മധുരം ഇല്ല ഒന്ന് പിടിച്ചോ. പിടിച്ചാ വായ പൊള്ളി. എന്തിനാ പറ? വായ പൊള്ളിയുണ്ട്. ഇതോട്ടോ ആൾക്കാര പാരീസ് ഹോളാണോ അത് ആൾക്കാരാക്കി അവിടെ പണ്ടി പണിയാ. നാക്ക് പൊള്ളിട്ട് അവിടെ ഇരിക്കുക. പോകണേ. മധുരമുണ്ട്. ഇവൻ പറഞ്ഞ പോലെയല്ല, മധുരമൊന്നുമില്ല. മധുരമുണ്ട് കേട്ടോ, കുഴപ്പമില്ല, കഴിക്കാം. കുഴപ്പമില്ല, ഗുഡ്. മധുരമില്ല. ഇവന്റെ നാക്ക് പൊള്ളി, അവന് കുഴപ്പമില്ല. എന്നിട്ട് അവൻ കുടിച്ചോണ്ടിരിക്കുക അവിടെ. എന്നിട്ട് അവൻ അവിടെ നിന്ന് കുടിക്കുക. അല്ലേ എവിടെ ഇരിക്കുക? അവിടെ പരിപാടി എടുക്കൊണ്ട് നമ്മളിവിടെ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. അതെ, കോന്തൻ. ഇത് അലൻ, അത് എഡ്വിൻ, അത് ആൽബർട്ട്. ഫുൾ നെയിം എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. വീട് എവിടെയെന്നറിയാം. ആരുടെ അതെല്ലാവർക്കും അറിയാം. അവിടെ പരിപാടി എടുക്കാറുണ്ട്. ഇവിടെ ഒരേ ആൾക്കാരുണ്ട്. മലയാളി മങ്ക
മത്സരം നടക്കാണ്. ഇത് കുടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം. പിന്നെ ഗൈസ് എൻ്റെ കണ്ണാടിയിട്ട മുഖം കണ്ടിട്ടില്ലല്ലോ, നിങ്ങളൊക്കെ കണ്ടു. പക്ഷേ എൻ്റെ കണ്ണാടിയിട്ട മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഓക്കെ. ആ അവൻ തൊട്ട് ഷോ കാണിക്കാൻ നോക്കിയതാണ്, പക്ഷേ ശരിയായില്ല. അവൻ ഇങ്ങനെ പതുക്കെ 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 ആരും കാണാൻ പോണം. ഓക്കെ ബൈ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്തല്ലേ. ബൈ.